പസഫിക് സമുദ്രത്തിന്റെ അഗാധത്തിലേക്ക് ഒരു കപ്പൽ താന്നു പോയെങ്കിൽ അതിനകത്ത് 10 or 100 ആളുകൾ ഉണ്ടെങ്കിൽ ആ ആളുകൾ മരിച്ചു പോയാൽ അത് പൊക്കിയെടുക്കാനോ അവരുടെ ശവം കിട്ടാനോ ശവം നടത്താനോ സാധ്യമല്ല. അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഒരിക്കലും സാധ്യമല്ല. വനത്തിൽ നായാട്ടിന് പോയി വന്യമൃഗം പിടിച്ച് വലിച്ചടിച്ച് കൊണ്ടുപോയി തിന്ന് എവിടെ എന്ത് ചെയ്തു എന്നറിയാതെ കാണാതാകുന്നയാണ് എങ്ങനെ ശവസംസ്കാരം നടത്താനായിട്ട് സാധിക്കും? ഞാൻ പറഞ്ഞത്, സ്വാഭാവിക മരണം പ്രാപിക്കുന്നവരെല്ലാം ഒരു നല്ല ശവസംസ്കാരത്തിന് സാധ്യതയുണ്ട്. അപ്പോ ഈ ധനവാൻ ഒരു സ്വാഭാവിക മരണമാണ് പ്രാപിച്ചത്. ആ സ്വാഭാവിക മരണം പ്രാപിച്ചപ്പോൾ അന്നുള്ള എല്ലാവരും പറഞ്ഞു കാണും, അവനൊരു നല്ല വിശുദ്ധനെ പോലെ ജീവിച്ചിട്ടാണല്ലോ ഇങ്ങനെ ഒരു സ്വാഭാവിക മരണം ലഭിക്കാൻ ഇടയായത്. പക്ഷേ ഈ ധനവാൻ, ഈ ലാസർ എങ്ങനെയുള്ള മരണമായിരുന്നു എന്ന് നിശ്ചയം. സ്വാഭാവിക മരണമായിരിക്കാമെങ്കിലും നേരം വെളുത്തപ്പോൾ ഡെഡ് ബോഡി അവിടെയെങ്കിലും കണ്ടില്ലെന്ന ഈ വേദപണ്ഡിതന്മാരൊക്കെ പറയുന്നു. കാരണം എന്നും നക്കാമെന്നത് ആരാ? നക്കി തുടയ്ക്കാൻ നായ്ക്കൻ. അവർക്ക് നല്ല ശീലമാണ്. അവരാ സമയം തെറ്റിക്കാതെ കറക്റ്റായിട്ട് വന്ന് സന്ദർശിക്കുകയും നക്കി തുടച്ച് കൊടുക്കുകയും ചെയ്യും. ഹോം നേഴ്സ് വന്ന് ശുശ്രൂഷിക്കുന്ന പോലെ ഈ പതിവനുസരിച്ച് ഇവര് വന്നപ്പോ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവ് ലാസർ മരിച്ചു അടക്കപ്പെട്ടു എങ്കിൽ ലാസർ മരിച്ചു അടക്കപ്പെട്ടു, ദൂതന്മാർ അവനെ കൊണ്ടുപോയി എന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് അടക്കം അവിടെ നടന്നില്ല എന്നാണ് വേദപണ്ഡിതന്മാരെല്ലാം പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു സ്വാഭാവിക മരണം പ്രാപിച്ചാൽ, ഒരു നല്ല ശവസംസ്കാരം ലഭിച്ചാൽ അതൊക്കെയും നല്ല ഒരു കാര്യമായിട്ട് തന്നെ വിലയിരുത്തുന്നു. ആത്മരക്ഷയോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ഇതൊക്കെ നല്ല കാര്യമാണ്. സ്വാഭാവിക മരണം നല്ല കാര്യമാണ്, ശവസംസ്കാരവും നല്ല കാര്യമാണ്. ആത്മരക്ഷയോടുള്ള ബന്ധത്തിൽ അത് പ്രയോജനപ്രദമാണെന്നുള്ള കാര്യത്തിലാണ് വചനത്തിൽ എതിർപ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം അത് നമ്മൾ ചിന്തിച്ചതാണ്. അതുകൊണ്ട് നല്ല ശവസംസ്കാരം ലഭിച്ചവരും സ്വാഭാവിക മരണം പ്രാപിച്ചവരും നല്ല ശവസംസ്കാരം ലഭിച്ചവരുമാണ്. 16-23 എൻ്റെ പോയിന്റിൽ, എൻ്റെ നോട്ടിൽ 11 എണ്ണമായി. നിങ്ങളുടെ ഇതിലോ 10. അങ്ങനെയാണെങ്കിൽ സ്വാഭാവിക മരണം പ്രാപിച്ചവൻ 10, നല്ല ശവസംസ്കാരം ലഭിച്ചവൻ 11. അത് രണ്ടായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഇതിൽ തെറ്റ് പറ്റിയോ? ദീനാനുകമ്പയുള്ളവൻ, കുടുംബശ്രേഷ്ഠതയുള്ളവൻ, നീണ്ട പ്രാർത്ഥനയുള്ളവൻ, താഴ്മയുള്ളവൻ, അസൂയയില്ലാത്തവൻ, സഹോദര സ്നേഹമുള്ളവൻ, തനിക്ക് തോന്നിയ നന്മകൾ ചെയ്തവൻ, ഉപദേഷ്ടാക്കന്മാരെ സ്വീകരിച്ചവൻ, സാക്ഷിയോഗം നടത്തുന്നവൻ, സ്വാഭാവിക മരണം പ്രാപിച്ചവൻ, നല്ല ശവസംസ്കാരം ലഭിച്ചവൻ. 11 ഇത്രത്തോളമുള്ള ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും ഇത്രത്തോളമുള്ള ഒരു ഗുണമുള്ള ആളെ സംബന്ധിച്ച് ആ മനുഷ്യൻ നിശ്ചയമായും സ്വർഗത്തിലായിരിക്കും എന്ന് വിധി കൽപ്പിക്കുന്ന മതസംവിധാനങ്ങളാണ് നമുക്കുള്ളത്, ദൈവവിശ്വാസമുള്ള മതസംവിധാനങ്ങൾ മുഴുവൻ. പക്ഷേ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഈ 11 കാര്യങ്ങളിൽ അവൻ ലോകത്ത് സാക്ഷ്യമുണ്ടായിരുന്നുവെങ്കിലും നമ്മുടെ കർത്താവല്ലേ തന്റെ തിരുവായ കൊണ്ട് അരുളി ചെയ്തത്, ധനവാനും മരിച്ചടക്കപ്പെട്ടു, എന്നാൽ അവൻ പാതാളത്തിൽ അതിവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നും 4000 കൊല്ലക്കാലമായി അവൻ പാതാളത്തിൽ നിന്ന്, അതിവേദനയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടില്ല. എന്തെന്നാൽ കർത്താവ് പ്രത്യാകാശം വരികയോ മരിച്ചവരുടെ പുനരുത്ഥാനം നടക്കുകയോ ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരം നടക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. ദൈവസഭ മാറ്റപ്പെട്ടിട്ടില്ല. മാത്രമല്ല, സകല പാപികളുടെയും പുനരുത്ഥാനം നടന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ വെള്ള സിംഹാസനത്തിൽ കൊണ്ടുവന്ന് അവനവന്റെ പാപത്തിന്റെ കാഠിന്യം അനുസരിച്ച് ശിക്ഷ ഏറ്റക്കുറച്ചിലോടുകൂടെ കൊടുത്ത് നിത്യനരകത്തിലേക്ക് തള്ളുന്ന ന്യായവിധിയും ഇതുവരെ നടന്നിട്ടില്ല. ന്യായവിധികളുടെ ആരംഭം ദൈവമക്കളുടെ ന്യായവിധിയാണ്. അതുകൊണ്ട് പത്രോസ് വിളിച്ചു പറഞ്ഞത്, ന്യായവിധി ദൈവകൃതത്തിൽ ആരംഭിക്കാൻ സമയമായി. അത് നമ്മിൽ തുടങ്ങിയാൽ പാപികളുടെയും അഭക്തന്മാരുടെയും ഗതി എന്താകും? അഭക്തന്മാരുടെയും പാപികളുടെയും ന്യായവിധിയെ കുറിച്ച് വെള്ള സിംഹാസനത്തിലെ ന്യായവിധി എന്ന വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് മനുഷ്യവർഗത്തിന്റെ അവസാനത്തെ ന്യായവിധി. ആദാമിന്റെ ഹവ്വയുടെയും മകനായിരിക്കുന്ന കായീൻ മുതൽ ആ ന്യായവിധിയുടെ സമയം വരെയും ലോകത്ത് ജീവിക്കുന്ന മരിക്കുന്ന സകല പാപികളുടെയും ന്യായവിധി ഒരുമിച്ച് നടത്തും. എന്തിനു വേണ്ടി നടത്തുന്നു? അവരെ നരകത്തിലോ സ്വർഗത്തിലോ ആക്കാനല്ല. നിത്യ നരകത്തിലേക്ക്, പാതാളത്തിൽ അതിവേദന അനുഭവിക്കുന്നവരെ വിളിച്ചു വരുത്തി ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത പാപത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച്, കൂടുതൽ കുറവനുസരിച്ച് ശിക്ഷയുടെ ഏറ്റക്കുറച്ചിൽ നിശ്ചയിച്ചു കൊടുക്കാൻ അവരെ ദൈവത്തിന്റെ ന്യായാസനത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. ആകയാൽ 11 കൂട്ടം കാര്യങ്ങൾ
സാക്ഷ്യമായിട്ട് ഈ ധനവാനെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ടും അവന് ആ പർദീസായിൽ പോകാൻ പറ്റിയില്ല. എന്നാൽ അവൻ എന്ത് ഇല്ലാതെ പോയി? വിശ്വാസത്താലുള്ള മാനസാന്തരമില്ലാതെ പോയി. വിശ്വാസത്താലുള്ള മാനസാന്തരമില്ലാതെ പോയി. ഇനി ധനവാന്റെ അവസ്ഥകൾ ഒന്ന് ചിന്തിക്കാം. ലാസറിന്റെ അവസ്ഥകൾ ഒന്ന് ചിന്തിക്കാം. ശ്രേഷ്ഠതകൾ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ലോകത്തിൽ അത് ശ്രേഷ്ഠത അല്ലല്ലോ. ഒന്ന്, ലാസർ ഈ ലോകത്തിൽ ദരിദ്രനായി. ലാസർ ഈ ലോകത്തിൽ ദരിദ്രനായിരുന്നു. ഈ വേദഭാഗത്ത് നിന്ന് ഇപ്രകാരം പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്: ധനവാന്മാരെല്ലാം എവിടെ പോകും? നരകത്തിൽ പോകും. അത് ഈ രാഷ്ട്രീയ പാർട്ടികൾ വിടുന്നു. യേശുക്രിസ്തു പോലും പറഞ്ഞിട്ടുണ്ടല്ലോ ക്രിസ്ത്യാനികളുടെ വേദപുസ്തകത്തിൽ, കോടീശ്വരന്മാരും ധനികന്മാരുമായിട്ട് ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യാതെ ജീവിച്ചാൽ ഒക്കെ നരകത്തിലാമോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് അവരെടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്ന, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വിടവ് അകത്തുന്ന, ഇവര് പറയുന്ന അവരുടെ ഭാഷയിൽ സമത്വ സുന്ദരമായ സോഷ്യലിസ്റ്റ് ക്ഷേമരാഷ്ട്രം കെട്ടിപ്പിടിക്കേണ്ടതിലേക്ക് മുതലാളി വർഗം ഒരു തടസ്സമായി നിൽക്കുന്നതിനാൽ അത് ഒന്ന് സമത്വത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പാർട്ടിക്കാരിൽ നിന്ന് ഇത് കേൾക്കുക. അത് കോൺഗ്രസും കൊണ്ട്, കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഇസം കൊണ്ട്, കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഇസം കൊണ്ട്, സോഷ്യലിസം എന്ന് പറയുന്ന ഇസം കൊണ്ട് നടത്താൻ കഴിയാതെ വന്നപ്പോഴാ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നക്സലിസം കൊണ്ട് ഇപ്പൊ തന്നെ ശരിയാക്കി തരാം എന്ന് കമ്മ്യൂണിസത്തിൽ നിന്ന് തീവ്ര വിഭാഗമായി മാറിയവരെയാണല്ലോ നക്സൽക്കാരെന്ന് പറഞ്ഞിരിക്കുന്നത്. നക്സലിസം കൊണ്ട് മുതലാളിമാരുടെ എല്ലാം തലയെടുക്കുക, ദരിദ്ര ഇല്ലാത്തവർക്ക് സപ്പോർട്ട് കൊടുത്ത് കേറി മുതൽ എടുക്കുക. അങ്ങനെ കേരളത്തെ കിടിലം കൊള്ളിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാ ഈ പറയുന്നത്. അപ്പൊ അവർ ഈ വാക്യം ഉപയോഗിക്കും. കർത്താവ് പോലും, യേശുക്രിസ്തു പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ആണ് ശരി വിപ്ലവകാരി. കോൺഗ്രസ്സുകാർ അവനാ ശരി കോൺഗ്രസ്സുകാരൻ, കമ്മ്യൂണിസ്റ്റുകാർ അവനാ ശരി കമ്മ്യൂണിസ്റ്റുകാരൻ. വിപ്ലവം ജയിക്കട്ടെ എന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ. അത് മാത്രമല്ല, ഞാൻ സമാധാനം നടത്താൻ വന്നുവെന്ന് നിങ്ങൾ നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്തിനെ വരുത്തുവാൻ വന്നത്. അതാണ് രക്തരൂക്ഷിത വിപ്ലവം എന്നൊക്കെ ഇങ്ങനെ പറയും. സാധാരണ ഇതും പറയാറില്ലേ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അത് തന്നെയാ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗമേ, ചുമട്ട് തൊഴിലാളി വർഗമേ, ഇതിനൊക്കെ യൂണിയൻ ഉണ്ടല്ലോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ യേശുവിന്റെ ഒരു വാക്യം പറഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ ശരിയാന്ന് ഓർക്കും. അധ്വാനിക്കുന്ന ജനവിഭാഗം എന്ന യേശു പറഞ്ഞത്, ഭാരം ചുമക്കുന്ന ജനവിഭാഗം എന്ന യേശു പറഞ്ഞത്,